പിതാവാം ദൈവം മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പ് തീരുമാനിച്ചുറപ്പിക്കുകയും പുത്രനാം ദൈവം അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ രക്ഷയിൽ പുത്രനാം ദൈവം വഹിച്ച പങ്ക് എഫേസ്യ ലേഖനം 1 അധ്യായം 10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ വെളിപ്പെടുത്തുന്നു. അതിലൊന്നാമതായി അവൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു എന്നതാണ്. പുറപ്പാട് പുസ്തകം 15 അധ്യായം 13 തിരുവചനത്തിലും ആവർത്തന പുസ്തകം 7 അധ്യായം 8 തിരുവചനത്തിലും പഴയ നിയമ ജനതയെ മിസ്രൈമി അടിമത്തത്തിൽ നിന്നും യഹോവ വീണ്ടെടുത്തതുപോലെ പുതിയ നിയമത്തിൽ തന്നിൽ വിശ്വസിച്ച ജനത്തെ അവിടുന്ന് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകി പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കി അവിടുത്തെ രാജ്യമായ ദൈവരാജ്യത്തിൽ ചേർത്തുകൊണ്ടു അവരെ പുതിയ ഇസ്രായേലും ആക്കിത്തീർത്തു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 1:7 നാമും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി തീർന്നുവെന്ന് 1 പത്രോസ് 2:9 സാക്ഷിക്കുന്നു. കട്ടിളപ്പടിമേൽ ആട്ടിൻകുട്ടിയുടെ രക്തം പുരട്ടിയ ഇസ്രായേൽ ജനതയെ സംഹാരദൂതനിൽ നിന്നും മിസ്രൈമിൽ വെച്ച് ദൈവം രക്ഷിച്ചത് യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലുള്ള തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മുൻകുറിയായിരുന്നു. പ്രാണൻ രക്തത്തിലാണെന്നും രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ലെന്ന് യഹോവ മോശെ മുഖാന്തരം നൽകിയ നിയമത്തിൽ അനുശാസിക്കുന്നതനുസരിച്ച് മഹാപുരോഹിതൻ തൻ്റെയും ജനത്തിൻ്റെയും പാപപരിഹാരത്തിനായി കാളക്കിടാവിൻ്റെയും ആട്ടിൻകുട്ടിയുടെയും രക്തം കൃപാസനത്തിന്മേലും ബലിപീഠത്തിന്മേലും അർപ്പിച്ചിരുന്നു. എന്നാൽ ഇതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് രക്തം തളിച്ച് ശുദ്ധീകരണം പ്രാപിക്കുകയാണ് ചെയ്തത്. യഹൂദ പ്രമാണത്തിന് ക്രിസ്തുവിൻ്റെ യാഗത്തോടുള്ള ബന്ധം എബ്രായ ലേഖനം 9 അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രൂശാകുന്ന കൃപാസനത്തിന്മേലും ബലിപീഠത്തിന്മേലും തൻ്റെ രക്തം ചീന്തിയതിലൂടെ സൃഷ്ടിതാവാകുന്ന ദൈവം ഈ ലോകത്തിൽ സാത്താൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിൻ്റെ രക്ഷിതാവുമായി തീർന്നു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അതെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4:12. പ്രിയമുള്ളവരെ, ദൈവപുത്രനായിരുന്നിട്ടും ചുരുങ്ങി ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് സ്വർഗരാജ്യത്തിലെ ജീവിതത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തരികയും രാജാവായിരുന്നിട്ടും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയവൻ, അറുക്കാനുള്ള ആടിനെ പോലെ ന്യായവിസ്താരത്തിൽ മൗനിയായി നിന്ന് നമുക്ക് വേണ്ടി അടികൊണ്ട് നിന്നയുടെ പ്രതീകമായ മുഖത്ത് തുപ്പലേറ്റ് പാപം ചെയ്യാതിരുന്നിട്ടും പാപത്തിൻ്റെ ശിക്ഷയായ മലിനതയുടെ വസ്ത്രമണിഞ്ഞ് നമ്മുടെ പാപക്കുരിശ് ചുമന്നുകൊണ്ട് ചാട്ടവാറടിയേറ്റ് ക്രൂശിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. സാത്താനിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത നമ്മുടെ നാഥൻ, ആ രക്ഷകൻ നമ്മുടേതും നാം അവിടുത്തേതും ആയിത്തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.